കുറെ സംഘടനകൾ, വർഗീയവാദികളായിട്ടുള്ള, വിഘടനവാദികളായിട്ടുള്ള സംഘടനകളും ചില ആത്മീയ നേതാക്കന്മാരും എന്റെ പിതൃത്വത്തിൽ പോലും ചോദ്യം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പിലുമുള്ള ആളുകൾക്ക് വേണ്ടി എറണാകുളത്തെ ചെറായിലെ ജനങ്ങളോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാണ്. എന്റെ തന്തയുടെ പേര് ശ്രീ ജോർജ് ഈഡനാണ്. ജനാധിപത്യ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കന്മാർ, എറണാകുളത്തിന്റെ MLA ശ്രീ TJ വിനോദ്, ശ്രീ അജയ് തറയിൽ, പ്രിയപ്പെട്ട ഇടവക വികാരി അടക്കമുള്ള ബഹുമാന്യരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രഭാഷണത്തിന്റെ ആവശ്യം ഇനിയില്ല. കേരള റീജിയണൽ കാത്തലിക് കൗൺസിലും KLCAയും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷനും കഴിഞ്ഞ ആഴ്ച വഞ്ചി സ്ക്വയറിൽ നടത്തിയ ഐക്യദാർഢ്യ പ്രഖ്യാപന സമ്മേളനത്തിൽ ഇവിടുത്തെ നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MP എന്നുള്ള രീതിയിൽ ഞാൻ വളരെ കൃത്യമായി ഈ വിഷയം എന്റെ ശ്രദ്ധയിൽ ചെറായി ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കന്മാർ എന്നെ അറിയിച്ചപ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 2024 ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പിന് 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി നടത്തുന്ന അവരുടെ പോരാട്ടങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുകയും ഇവിടെ അന്ന് നടത്തിയ പള്ളിയുടെ അങ്കണത്തിൽ പാരിഷ് ഹാളിൽ നടത്തിയ മീറ്റിംഗിൽ എല്ലാ സ്ഥാനാർത്ഥികളും വന്നപ്പോൾ വളരെ കൃത്യവും വ്യക്തവുമായി കോൺഗ്രസിന്റെ നിലപാടും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ, MP എന്നുള്ള രീതിയിൽ എന്റെ നിലപാടും വളരെ കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരു മതന്യൂനപക്ഷത്തിനെതിരെ കടന്നു കയറുമ്പോൾ ഇവിടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് ആ ഭരണഘടനാ വിരുദ്ധമായ പ്രക്രിയയെ ഒരു നോട്ടീസിന്റെ മുഖാന്തരം എതിർക്കുന്നതിനപ്പുറമായി ചെറായി എന്ന് പറയുന്ന പ്രദേശത്ത് 100 വർഷങ്ങൾക്കധികമായി ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കുക മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില സംഘടനകൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന CRZനെ കുറിച്ചും, വിഴിഞ്ഞത്ത് അദാനി എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി അവിടെ പോർട്ട് നിർമ്മിച്ചപ്പോൾ 400 ദിവസം സിമന്റ് തറയിൽ കിടന്നുറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയൊന്നും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവര് ശബ്ദിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ആദ്യമായി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത വാഗ്ദാനം ലംഘിച്ചപ്പോൾ ആ വിഷയം ഉന്നയിച്ച ഒരാളാണ് ഞാൻ. ഇവിടെ നടന്ന ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന നമ്മൾക്ക് നൽകിയ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്ന MPമാരെയും MLAമാരെയും ഒരു ഭരണഘടനാ ഭേദഗതിയോടുകൂടി BJP എടുത്തു മാറ്റിയപ്പോൾ കോൺഗ്രസിന് വേണ്ടി 14.5 മിനിറ്റ് ആ പാർലമെന്റിൽ ശബ്ദിച്ച 296 ആംഗ്ലോ ഇന്ത്യൻസ് മാത്രമാണ് ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന സെൻസസ് ബോർഡിന്റെ കണക്കുദ്ധരിച്ച് ഇന്ത്യയുടെ നിയമകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞതിന് നഖശികാന്തം ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിൽ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ എതിർത്ത ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഇവിടെ വളരെ കൃത്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ K കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ, ശ്രീ VD സതീശന്റെയും ശ്രീ KC വേണുഗോപാലിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിയമവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് ചെറായിലെ 610 കുടുംബങ്ങളുടെ ജീവനും ജീവനോപാധിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനമാണ്, സമരമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. കുറെ സംഘടനകൾ, വർഗീയവാദികളായിട്ടുള്ള, വിഘടനവാദികളായിട്ടുള്ള സംഘടനകളും ചില ആത്മീയ നേതാക്കന്മാരും എന്റെ പിതൃത്വത്തിൽ പോലും ചോദ്യം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പിലുമുള്ള ആളുകൾക്ക് വേണ്ടി എറണാകുളത്തെ ചെറായിലെ ജനങ്ങളോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാണ്. എന്റെ തന്തയുടെ പേര് ശ്രീ ജോർജ് ഈഡനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.